अब्दम चाबी ना यार की पेचस साला अब्दम मेरे फेल्बो आमाके ना बोले अब्दम नोड बिना अब्दम ना साला ठीक है खेना खेना बाबू खेना बाबू अपना बंधु एस्टेट बाबू গতকাল কোথায় গিয়েছিলিস? ও বাসন্ত স্ট্রিটে দৌড়ি মারা গেছে, আমি ওখানে গিয়েছিলাম। ও তুই ওখানে গিয়ে ওকে বাঁচিয়ে তুললি? এগুলো নিয়ে গিয়ে বলাইয়ের দোকানে দিয়ে যত সব। বাবু লোকটা কখন থেকে নিচে বসে আছে? কে? আমি জানি না কে। നന്ദൻ, എന്നെ നന്ദന് മനസ്സിലായില്ലേ? ഞാൻ റഹ്മാൻ. തമ്മിൽ കണ്ടിട്ട് കുറെ നാളായല്ലോ. എന്നാലും മറക്കാൻ മാത്രം ഈ സിറ്റിയിൽ ഇനി അന്വേഷിക്കാത്ത സ്ഥലമില്ല. തിരിച്ചു പോയാലോ എന്ന് വരെ ആലോചിച്ചതാ. ഭാഗ്യത്തിന് നന്ദനെ അറിയാവുന്ന നമ്മുടെ ഒരു നാട്ടുകാരനെ കണ്ടുമുട്ടി. നന്ദൻ, ഇത്രയും കാലത്തിന് ശേഷം കണ്ടുമുട്ടിയിട്ട് ഞാൻ വന്നത് നന്ദന് ഇഷ്ടമായില്ലെന്നുണ്ടോ? ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ പോയേക്കാം. പക്ഷെ ഒരു വാക്ക് വേണ്ട മിസ്റ്റർ റഹ്മാൻ, നിങ്ങളെ എനിക്ക് കാണണ്ട. എന്നാൽ ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നതല്ലേ, ഒരു ചായ കുടിക്കും, എന്നിട്ട് ഉടനെ സ്ഥലം വിടും. അത്രയെങ്കിലും പറയാലോ. അല്ല, ഒരു ചായ പോലും വാങ്ങിച്ചു തരാനുള്ള സൗഹൃദം നമ്മൾ തമ്മിൽ ഇല്ലെന്നാണെങ്കിൽ മേൽപ്പറഞ്ഞ സംഭാഷണത്തിൽ നിന്ന് ചായയുടെ ഭാഗം കട്ട് ചെയ്തോളൂ, ബാക്കി പറയാലോ. ഇത് കൊള്ളാലോ. ഇതെന്തിനുള്ളതാണ് നന്ദൻ? അവിചാരിതമായ മേൽവിലാസം കിട്ടി. ആളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഒന്ന് കാണാൻ ഉള്ളു പിടച്ചു. ആ നിമിഷം പുറപ്പെട്ടതാണ്. കെട്ടിപ്പിടിക്കുകയും പൊട്ടിക്കരയും വേണമെന്നല്ല, എന്നാലും ഒരു പരിചയഭാവം അത്രയെങ്കിലും ആഗ്രഹിക്കുന്ന തെറ്റാണ്. നന്ദൻ, ഞാൻ നിങ്ങളെ നാട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാൻ വന്നാണ്. എന്തായി കാണിക്കുന്നത്? വെറും തല്ല് പോരാ, ഞാൻ പോവില്ല. കൊല്ലണം. കൊന്നാ ഞാൻ മരിച്ചു പോകും. എന്നാലും പ്രശ്നം തീരാൻ പോകുന്നില്ല. ഞാൻ പ്രേതമായിട്ട് ഇതേ ടെറസിൽ പിന്നെയും വരും, ഉപദ്രവിക്കും. കൊന്നോളൂ, കൊന്നോളൂ. എന്നെ ഉപദ്രവിക്കാനുള്ള അവകാശം തനിക്ക് ആരാണോ തന്നത്? തന്നില്ല, എടുത്തതാണ്. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് നന്ദ. ഒരുത്തനുമില്ല സ്വാതന്ത്ര്യം. ആരെയും ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ദൂരത്തേക്ക് ഞാൻ പോകുന്നത്. മേൽവിലാസം കിട്ടിയപ്പോൾ പുറപ്പെട്ടു അത്രേ. ഞാൻ അയച്ചു തന്നോ മേൽവിലാസം? ഇങ്ങോട്ട് വരാൻ തന്നെ ഞാൻ ക്ഷണിച്ചോ? പറയടോ, എന്റെ മനസ്സമാധാനം നശിപ്പിക്കണമല്ലേ? എന്ന് വെച്ചാൽ ഞാനിവിടെ വരുന്നത് വരെ നന്ദന് ഭയങ്കര മനസ്സമാധാനമായിരുന്നു എന്നാണോ? എങ്കിൽ പിന്നെ കേരളത്തിൽ മനസ്സമാധാനം കിട്ടാത്ത മുഴുവൻ ആളുകളും നേരെ കൽക്കട്ടയിലേക്ക് വന്നാൽ മതിയല്ലോ. അന്വേഷിച്ച് നടന്നാൽ കിട്ടുന്ന ഒന്നല്ല മനസ്സമാധാനം. അത് നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഒരു ധ്യാനം പോലെ പഠിച്ചു, ഡിഗ്രികൾ എടുത്തു, കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകനായി. ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഇനിയുള്ള കാലം ഈ നാറുന്ന തെരുവിൽ കഴിച്ചുകൂട്ടാമെന്നാണോ നന്ദൻ തീരുമാനിച്ചിരിക്കുന്നത്? എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് നന്ദ. എനിക്ക് അതാണല്ലോ ഇഷ്ടം. എന്റെ ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന് താനല്ല തീരുമാനിക്കുന്നത്, മനസ്സിലായോ?
എന്നെങ്കിലും ഒരിക്കൽ നന്ദന് മനസ്സിലാകും ചെയ്യേണ്ടിയിരുന്ന പല കാര്യങ്ങളും ചെയ്തില്ല എന്ന്. അപ്പൊ കുറ്റബോധം തോന്നും. ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്ന മനസ്സമാധാനം വെറും പൊള്ളയായിരുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്യും. ഇങ്ങനെ ഒളിച്ചോടാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ലേ? ഇല്ലേ? ഒക്കെ അറിയാമെന്ന് താനാണോ ഈ പറയുന്നത്? വെറുതെ എന്നെ ഇവരൊന്ന് ഓർമ്മിപ്പിക്കരുത്. എനിക്ക് വയ്യ. തനിക്ക് ഇവിടെ നിന്ന് പോയിക്കൂടെ? ഞാൻ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിച്ചേക്കിടും. എന്ന് തനിക്കറിയില്ലേ? തന്നെ എനിക്ക് സ്നേഹമാണെന്നറിയില്ലേ? തന്റെ സുഖത്തിലും ദുഃഖത്തിലും ഒപ്പം നിന്നവനല്ലേ ഞാൻ. ഇവിടം വരെ വന്നു തന്നെ ഞാൻ വിളിക്കുമ്പോ അതിൽ വല്ല കാര്യവും കാണുമെന്ന് താൻ മനസ്സിലാക്കണം. വരണം നന്ദ, എന്റെ കൂടെ താൻ എന്തായാലും വരണം. നന്ദൻ സാർ, പോയിട്ട് ഒരു വിവരമില്ലാതെ വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. സാറിനെ കണ്ടോ ഇല്ലയോ? എന്താ ഒന്ന് ഫോൺ ചെയ്യാതിരുന്നത്? അതൊന്നും പറ്റിയില്ല. നന്ദൻ വാ. നന്ദൻ സാർ വല്ലാതെ ക്ഷീണിച്ചല്ലോ. എവിടെ ക്ഷീണിച്ചു? ഇത് യാത്രാ ക്ഷീണ. എത്ര മണിക്കൂറാ തീവണ്ടിയിലിരുന്നത്? നന്ദനിരിക്കും. രഹന പണ്ടത്തേതിൽ ഒന്ന് തടിച്ചു. ഇല്ലേ നന്ദ? ഇവിടെ ബാപ്പ മരിച്ചു, സ്വത്ത് പാർട്ടീഷനായി. കിട്ടിയ പണം ബാങ്കിലിട്ടില്ല. ഇഷ്ടം പോലെ ഇറച്ചിയും മീനും വാങ്ങി തന്നു തീർത്തു. ആ തടിയാ പാർട്ടീഷൻ തടി. ആ, അരമണിക്കൂറിനകം സംഭവബഹുലമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഡൈനിങ് ടേബിളിൽ നിരന്നിരിക്കണം. വയറ്റിൽ തീ ആളിപ്പട്ടരാണ് ചെറിയല്ലേ? നന്ദൻ പോയി കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഈ വീട് വാങ്ങിച്ചു. മുകളിൽ ആർക്കെങ്കിലും വാടക കൊടുക്കാമെന്ന് രഹന പറഞ്ഞെങ്കിലും നന്ദൻ താമസിച്ചെടുത്ത് വേറൊരാളെ സങ്കല്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മിടുക്കനായ ഒരു അധ്യാപകനെയാണ് കോളേജിന് നഷ്ടപ്പെട്ടത്. റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ചിലപ്പോൾ മാനേജ്മെന്റ് തയ്യാറായേക്കും. വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ വീട്ടിലിപ്പോ പിഷാരടി സാറാ താമസിക്കുന്നത്. അറിയില്ലേ കവി NK പിഷാരടി? വേണ്ട റഹ്മാൻ, എനിക്ക് വയ്യ. ഞാൻ ഇവിടുന്ന് പോയിക്കോട്ടെ. എന്തുണ്ടായി നന്ദൻ? അറിയില്ലേ, ഇനി ഒരിക്കലും വരരുതെന്ന് ആഗ്രഹിച്ച സ്ഥലത്ത് വീണ്ടും എന്തിനാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന്? നന്ദൻ, രാത്രി ഏതായാലും ഇത്രയും വൈകിയില്ലേ? തൽക്കാലം സമാധാനമായിട്ട് ഉറങ്ങും. എല്ലാം കാലത്ത് പറയാം. ഗുഡ് നൈറ്റ്. എടി മങ്ങി പോയാ? ചില തട്ടും മുട്ടൊക്കെ കേൾക്കുന്നുണ്ട്. പോയ മട്ടില്ല. എങ്കിൽ വാ. ഈ മുളയുടെ മുട്ടിന് ആര് കത്തെഴുതാനാ? ഒരു പേപ്പർ ഇങ്ങനത്തെ നമ്മുടെ കത്ത് തന്നെ ആവട്ടെ ആദ്യം. Respected sir, അമിതമായ ബലം പിടുത്തം ബ്ലഡ് പ്രഷർ ഉണ്ടാക്കും, നേഴ്സിനെ തളർത്തും. ശ്രദ്ധിക്കുക. സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലാത്തവർക്ക് ഹൃദ്രോഗം വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇത്ര മതിയല്ലേ? എന്നെ സ്വന്തം അലമേലു. സർ, എന്താ എന്നോടും? സാറ് ഞങ്ങക്ക് മാപ്പ് തരണം. മാപ്പ് എന്റെ കയ്യിലില്ല. ചിലപ്പോ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ കാണും. ചെന്നെടുത്തോളൂ. അപ്പൊ സാറിന് തമാശ പറയാനൊക്കെ അറിയാം. പിള്ളേരെ, നിങ്ങളോട് തമാശ പറഞ്ഞു നിൽക്കാൻ എനിക്ക് നേരമില്ല, ഒട്ടും താല്പര്യമില്ല. ഇന്നലെ ഇത്തിരി ഓവറായി പോയോന്ന് രാവിലെ എണീറ്റപ്പോ ഒരു സംശയം. അതാ മാപ്പ് ചോദിക്കാൻ വന്നത്. സത്യമായിട്ട് നിങ്ങൾ ക്ഷമ ചോദിക്കാൻ വന്നതാ സാർ. ക്ഷമ ചോദിക്കാൻ തോന്നിയ മനസ്സിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഊണത്തരം കുറച്ചൊക്കെ ഒരു രസമാണ്. സത്യത്തിൽ ഇന്നലെ എന്റെ സമനില തെറ്റിയ ദിവസമായിരുന്നു. പിന്നെ നിങ്ങളൊക്കെ നല്ലോണം പഠിക്കുന്ന കുട്ടികളാണെന്ന് പറഞ്ഞപ്പോ ദേഷ്യം താനേ തണുത്തു.
താങ്ക് യു ആ. സർ. പിന്നെ അപശ്രുതിയുടെ നാട് എവിടെയാണ്? അപ്പൊ സാറിന്റെ പേര് മറന്നിട്ടില്ലല്ലേ? എന്റെ നാട് കുറുമ്പനാടാണ് സർ. കുറുമ്പ നാട്. ഇയാളെ വരണ്ട. കുഞ്ഞുമൊഴി. ഞാൻ ശ്വേത, അഞ്ജന. ഓഹോ. നേരത്തെ ഉണങ്ങി വരേണ്ട ഒരു കിളവിയായിരുന്നു ഞങ്ങൾക്ക് കെമിസ്ട്രിക്ക്. അതിന് കോങ്കണ്ടായിരുന്നു. ശ്വേത നോക്കുകയാണെങ്കിൽ വിചാരിക്കും എന്നെയാണെന്ന്, എന്നെയാണെങ്കിൽ വിചാരിക്കും ശ്രുതിയാണെന്ന്. അതിനെ ഓടിക്കാൻ ഞങ്ങൾ കുറെ പക്ഷെ സാറിന് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. ഒരു കെമിസ്ട്രി ലെക്ചറർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. എന്താ എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയൂ. എനിക്ക് ആംഗ്യഭാഷ മനസ്സിലാവില്ല. അത് സാർ, എന്താ ഉറക്കെ പറയൂ. സാർ ബാങ്കിൽ സിപ്പിട്ടിട്ടില്ല. അയ്യോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. In the last class, we were discussing about the cetane number. As I told you, working of a diesel engine differs from that of a petrol engine. Diesel is then injected into the cylinder in the form of a fine spray when it burns spontaneously. In diesel engines, straight chain hydrocarbons constitute a superior fuel than the branched chain hydrocarbons. The quality of diesel is expressed in terms of cetane. ഗോഷ്ഠി കാണിക്കാനുള്ള സ്ഥലമല്ല ക്ലാസ് റൂം. താല്പര്യമില്ലാത്തവർക്ക് വെളിയിൽ പോവാം. ആർക്കും താല്പര്യമില്ലെങ്കിൽ എല്ലാവർക്കും പോവാം. ഞാൻ ഈ ബെഞ്ചിനും ഡെസ്കിനും ക്ലാസ് എടുത്തോളാം. അണ്ടർസ്റ്റാൻഡ്? ചമ്മീന്ന് അങ്ങ് സമ്മതിക്കണം. പാവം പേച്ചു പൊക്കോട്ടെ എന്ന് വെച്ച് നമ്മൾ അങ്ങ് വിടും. ഇതങ്ങനെയല്ലല്ലോ, നമ്മളെ തോൽപ്പിച്ചേ അടങ്ങൂന്നുള്ള ഭാവ. എങ്കിൽ പിന്നെ അങ്ങനെ കണ്ടിട്ടല്ലേ. കല്യാണം കഴിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷനും കാണും. എന്ന് തിരിഞ്ഞാലും നല്ല കരുക്ക് പരുവത്തിലുള്ള പെൺപിള്ളേര്. പക്ഷെ എന്ത് ചെയ്യാൻ, സാറായി പോയില്ലേ. എങ്കിലാ കാര്യം തുറന്നു പറയട്ടെ, ആള് ഹാൻസം ഒക്കെ തന്നെയാ. I don't mind loving him. Oh, that's something great of you. Even I don't mind to love him. And me too. എങ്കിൽ election വേണ്ടി വരും. You come with me. You alone. വേണ്ട സർ, ഞാനിവിടെ നിന്നോളാം. ഇരിക്കൂ. നന്നായിട്ടുണ്ട്. എന്ത് സർ? അല്ല, മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. കുറേശ്ശെ മീശ മുടക്കുന്നുണ്ടോ? എന്റെ ഡാഡിക്ക് നല്ല മീശയുണ്ട് സർ. ഓഹോ, ഈ ഡാഡിയുടെ കയ്യിൽ കോടി എത്ര കാണും? കൂടിയോ? തന്റെ മമ്മി പതിവായി സ്ലീവ്ലെസ് ആണോ ധരിക്കാറ്? സാർ എന്തൊക്കെയാ പറയുന്നേ? അല്ല, തന്നെ പോലുള്ള അമുൽ ബേബികൾക്ക് കൊഞ്ചിക്കാൻ ഒരു സ്ലീവ്ലെസ് മമ്മിയും കയറൂരി വിടാൻ കോടികൾ കൈവശമുള്ള ഒരു ഡാഡിയും കാണും. അതുകൊണ്ട് ചോദിച്ചാ. സാർ ഒരു കമ്മ്യൂണിസ്റ്റ് ആണോ? ഞാൻ എന്തിഷ്ടോ ആവട്ടെ. ഇയാളെന്താ ഹൃദ്രോഗത്തെ പറ്റി റിസർച്ച് വല്ല നടത്തുന്നുണ്ടോ? ഇല്ല സർ. പിന്നെ സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലാത്തവർക്കൊക്കെ ഹൃദ്രോഗം വരുന്ന ഏത് പുസ്തകത്തിലാണ് വായിച്ചത്? ഓ അതോ, അത് പണ്ഡിറ്റ്ജിയുടെ ഡിസ്കവറി ഓഫ് ഇന്ത്യ ആ പുസ്തകത്തിൽ വായിച്ചതാ. പക്ഷേ ആനയെ തോട്ടി കൊണ്ട് നിയന്ത്രിക്കാം, കാളയ്ക്കും പോത്തിനും കുതിരയ്ക്കും ചാട്ട. എന്നാൽ വിഡ്ഢികളെ നിയന്ത്രിക്കാൻ ഇതുവരെ ഉപകരണങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ എനിക്കൊരു വിദ്യ അറിയാം. ഈ ജോലി കിട്ടുന്നവരെ ഞാൻ എന്റെ പാടത്തും പറമ്പിലും ഒക്കെ കിളയ്ക്കുമായിരുന്നു. ഈ തഴമ്പുണ്ടോ? ഇതുകൊണ്ട് നീണ്ടു നിവർന്നൊന്ന് പൊട്ടിച്ചു തന്നാലുണ്ടല്ലോ, ഈ കണ്ണും മൂക്കും പല്ലും ഒക്കെ പിന്നെ വേർതിരിച്ചെടുക്കാൻ വലിയ പാടായിരിക്കും. മനസ്സിലായോ? An unexpected twist in the end. എവിടെ കൈതാ മോളെ, നീ പറഞ്ഞാ ശരി. അങ്ങേറെ അസുഖം അത് തന്നെ. എന്താ ഉണ്ടായത്? ക്ലാസ്സിൽ വെച്ച് ഞാൻ അങ്ങേറെ മുഖത്ത് നോക്കാൻ പാടില്ലെന്ന്. അതെന്താ? കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നത്ര. അയ്യോ, മുന്നിൽ പിടിച്ചിരുത്തിതേ ഇങ്ങനെ കൊറേ നേരം എന്റെ മുഖത്തേക്ക് ഒരു നോട്ടം. ആദ്യമൊന്നും ഞാൻ ഗൗരവം വിട്ടില്ല. പിന്നെ മൂപ്പർ ഉള്ളിൽ പറയാൻ വേണ്ടി ഞാനൊന്ന് സോഫ്റ്റ് ആയി കൊടുത്തു. എന്നിട്ട് നോട്ടം മുഖത്ത് നിന്ന് താഴോട്ട് മെല്ലെ നീങ്ങുന്നു. Again bottom to the top. അത്രയും വരെ എത്തിയപ്പോ ഞാനൊന്ന് ഇളകി. ഒരു പുരുഷൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോ നമ്മളെ പെണ്ണുങ്ങളുടെ കെമിസ്ട്രിയിലുള്ള ഒരു ഞാനങ്ങ് ലഗ്നാവതിയായി. അപ്പൊ പറയാ,
എന്റെ കണ്ണും മൂക്കും പല്ലും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണെന്ന്. അത് മാത്രം അങ്ങനെ പറയത്തില്ല. അത്രയ്ക്ക് മണ്ടനൊന്നും അല്ല സാറ്. എന്റെ അമ്മയാണ് സത്യം. ഞാൻ പറയിപ്പിച്ചാലോ? നോക്കിക്കോ, ഇനിയുള്ള എന്റെ ദിവസങ്ങൾ അതിനു വേണ്ടിയുള്ളതാണ്. ഞാൻ നിന്നെ പ്രേമിക്കുന്നു കുട്ടി എന്ന് പറയിച്ച് ടേപ്പ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കും. പോരെ? അപ്പൊ ഇവിടുന്ന് ഒരു ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് എന്റെ പ്രേമത്തിന്റെ ആദ്യ ഉപഹാരം. ഈ പൂവ് സ്വീകരിച്ചാൽ ഞാൻ കരുതും സാറിന് എന്നോട് സ്നേഹമാണെന്ന്. ഇത് സാറ് സ്വീകരിച്ചില്ലെങ്കിലും ഞാൻ കരുതും സാറിന് എന്നോട് സ്നേഹമാണെന്ന്. എന്ന് പക്കത്തെ വീട് അലമേലു ഫൈനൽ ഇയർ BA റൊമാൻസ്. സാറോ? എന്താ സാറേ? പോത്തുമ്പറ്റും ചെളിക്കുളത്തിന്റെ കര കയറി വെച്ചെടുത്തി. എന്താ പോത്തോ? പിള്ളേർ എഴുന്നേറ്റൊന്ന്. ഓ, അതിനാണോ പോത്തും പറ്റം? അത് നേരാ. മക്കളെ പോത്തുകളെ, ദേ നിങ്ങളുടെ സാറ് വന്നിരിക്കുന്നു. കളിക്കണമെന്നില്ല, ഞാൻ ചേട്ടത്തിയെ കാണാൻ വന്നതാ. ചേട്ടത്തിക്ക് ചമ്മന്തി അരയ്ക്കാൻ അറിയോ? ഇതെന്ത് ചോദ്യാ സാറേ? എനിക്കിവിടെ ചമ്മന്തി അരക്കലല്ലേ സ്ഥിരം പണി. എന്താ സാറിന് വേണോ? ഇത് സ്ഥിരം ചമ്മന്തി അല്ല, റോസാപ്പൂ ചമ്മന്തി. തേങ്ങയും ഉപ്പും നല്ല എരിവുള്ള കാന്താരി മുളകും ഈ റോസാപ്പും കൂടെ ചേർത്ത് അരച്ചോളൂ. കിറുമികടിക്ക് നല്ലതാ. ആരും ഇരുന്ന് മുഷിഞ്ഞില്ലല്ലോ അല്ലേ? പിന്നെ മെഴുകുതിരി കത്തിക്കലോ അത് ഊതിക്കെടുത്തലോ അതൊന്നുമില്ല. കുട്ടികളില്ലാതെ 5 വർഷം വിജയകരമായി പൂർത്തിയാക്കിയ ഈ ദമ്പതികളുടെ ഇന്നത്തെ സൗഭാഗ്യമാണ് നിങ്ങളുടെയൊക്കെ സാന്നിധ്യം. മെനി മെനി ഹാപ്പി റിട്ടേൺസ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഊണ് റെഡിയായിരിക്കുകയാണ്. അതിനു മുൻപ് നിങ്ങളുടെയൊക്കെ സന്തോഷത്തിനായി ഞാനൊരു പാട്ട് പാടാം. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോർതു. മതി, ഇപ്പൊ എത്രയും മതി. അല്ല, നമ്മുടെ ഗസ്റ്റിന്റെ എന്ത് ഗസ്റ്റ്? അവരെ ഊണ് കഴിക്കാൻ വിളിച്ചെന്ന് വെച്ച് ഇങ്ങനെ ഒരു ശിക്ഷ വേണോ? എല്ലാരും വരൂ, ഊണ് കഴിക്കാം. എന്നാൽ ഊണ് കഴിച്ചിട്ട് പാടാം. അപ്പൊ ഇഷ്ടംപോലെ സമയം കിട്ടുമല്ലോ. എല്ലാരും വരും വരും വരും. സാറിന് പാട്ട് നന്നായിട്ട് വന്നാണ് കേട്ടോ. ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടില്ല, എന്റെ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ടീച്ചർ ഇവിടെ എന്നാൽ എങ്ങനാ? ലേഡി സെക്ഷൻ നോക്കിക്കോളൂ. ഇത് ഞങ്ങൾ ഏറ്റു. മറന്നു. ഈ കൊസറ കൊള്ളികൾ എന്തിനാ വിളിച്ചത്? ആരെ വിളിച്ചു? എങ്ങനെയോ മണത്തറഞ്ഞ് വലിഞ്ഞു കയറി വന്നതാണ്. ഇതെന്താ സാറേ ഇത്? എന്താ ഇതോ? എന്താണിത്? ഞങ്ങളുടെ ഇലയിലൊന്നുമില്ലല്ലോ. രഹനെ, എന്താ ഇത് സാറിന്റെ ഇലയിൽ? റോസാപ്പൂ ചമ്മന്തി. സാറിന്റെ ബ്ലഡ് ഭയങ്കര ഹോട്ടാണേ. തണുപ്പിക്കാൻ വളരെ നല്ലാത്ര റോസാപ്പൂ ചമ്മന്തി. അതെ അതെ അതെ, കറക്റ്റ്. ഞാൻ പറഞ്ഞിരുന്നു. ചമ്മന്തി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സർ. അതെ, നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്ന പല വസ്തുക്കളും പല രോഗങ്ങൾക്കും കൈക്കൊണ്ട് ഔഷധങ്ങളാണ്. ഉദാഹരണത്തിന് ഈ രസം, നമ്മൾ കുരുമുളകും കായവും പരിപ്പും ചേർത്തുണ്ടാക്കുന്ന ഈ രസം ഭ്രാന്ത് മാറാൻ വളരെ നല്ലതാണ്. ഭ്രാന്ത് മാറാൻ രസം കഴിക്കുക? എന്തായി പറയണേ? ഭ്രാന്ത് മാറാൻ രസം കഴിക്കല്ല, ഇതുപോലെ എടുത്തിട്ട് തലയില് ധാര കോരുക. എന്താ മാവ? എന്താ രാവിലെ? ആദ്യത്തെ വണ്ടിക്ക് തന്നെ പുറപ്പെട്ടു. വന്നപ്പോ വാതിലടഞ്ഞു കിടക്കുന്നു. നീ ഉറങ്ങുകയാണെങ്കിൽ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചാ വിളിക്കാതിരുന്നു. എന്താ പെട്ടെന്ന്? ഏയ്, നീ ബേജാറാവൊന്നും വേണ്ട. ഒരു സന്തോഷ വർത്താന, അതുകൊണ്ടല്ലേ ഞാൻ തന്നെ പുറപ്പെട്ടത്. എന്താ നന്ദ? അങ്ങനെ 3 വർഷത്തിന് ശേഷം ഇന്നലെ എന്റെ മോള് പരസഹായം കൂടാതെ കുറച്ച് ദൂരം നടന്നു നന്ദ.
ദേ അവിടെയുണ്ട്. എനിക്കിപ്പോ നടക്കാം. മമ്മി, ഡാഡി, ഗുഡ് ഈവനിങ് സാർ. ഇതെന്റെ ഡാഡി മമ്മിയാ. യെസ്, ഞങ്ങൾ ശ്രുതിയുടെ ഡാഡിയും മമ്മി. ആ ഇരിക്കും. നേരിൽ കണ്ടിട്ടില്ലെങ്കിലും ശ്രുതി പറഞ്ഞ് സാറിനെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ആ ഞങ്ങൾക്ക് അവൾ ഒരേ ഒരു മോളേ ഉള്ളൂ. അതൊന്നായി. എന്തിനാ അറിയാം മക്കള്? ഇത്രയും സ്മാർട്ട്നെസ് ഉള്ള ഒന്നുപോരെ 5 എണ്ണത്തിന്റെ ഫലം ചെയ്യും. പക്ഷേ ഇത്തിരി കുസൃതി കൂടുതലാണോ ഒരു സംശയം. ഏയ്, കുസൃതി കുറവാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടെ കുസൃതി ആവാം. എങ്കിൽ അവൾ മറിച്ചാ ധരിച്ചു വെച്ചിരിക്കുന്നത്. 1-2 തവണ സാർ അവളെ ശാസിച്ചെന്നോ, പക്ഷെ അവൾക്ക് സാറിനെ ഭയങ്കര കാര്യമാണ്. സാറിനും അവളെ വലിയ ഇഷ്ടമാണെന്നാണ് അവള് പറഞ്ഞത്. ചിലപ്പോൾ ഇതൊക്കെ ദൈവനിശ്ചയമായിരിക്കും. സാർ അവളുടെ അധ്യാപകനായി വന്നതും അവൾക്ക് സാറിനോട് മണ്ണാർക്കാട് ഒരു 100 ഏക്കർ റബ്ബർ, വ്യവസായ സ്ഥാപനങ്ങളാണെങ്കിൽ അനവധി. ബാങ്ക് ബാലൻസ് എത്രയെന്ന് ഞാൻ അങ്ങോട്ട് പറയുന്നില്ല. സാർ അത് കേട്ടാ ചിലപ്പോൾ വരണ്ടു പോകും. സാറിന്റെ കുടുംബം, സാമ്പത്തിക നില, ഇതൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നേയില്ല. അവളുടെ ഇഷ്ടം അതേ നോക്കുന്നുള്ളൂ. ഇനിയിപ്പോ സാറിന്റെ സൗകര്യം നോക്കി എപ്പോഴാന്ന് വെച്ചാൽ അതങ്ങ് നടത്തിക്കളയാം. കല്യാണം? അതെ, അതിപ്പോ ധൃതിയില്ല, ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഒരേ ഒരു മകളല്ലേ ഉള്ളൂ. അവളിപ്പോ മാനത്തെ അമ്പിളിമാമനെ വേണമെന്ന് പറഞ്ഞാൽ പോലും പിടിച്ചു കൊടുത്തല്ലേ പറ്റൂ. അയ്യോ, മാനത്ത് ആകെ ഒരു അമ്പലമല്ലേ ഉള്ളൂ. അതിനെപ്പിടിച്ച് നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് കൊടുത്ത ബാക്കിയുള്ളവരെന്ത്? സാറ് ഭയങ്കര തമാശയാണെന്ന് മോള് പറഞ്ഞു. നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് നിങ്ങളുടെ മകളെ പിടിച്ചോണ്ട് പോയി ഒരു മനഃശാസ്ത്രത്തിനെ കാണിക്കണമെന്നല്ലേ? ഇങ്ങനെയാണ് സാറിന്റെ സംസാര രീതിയെന്ന് അവൾ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. സാറിനോട് അവൾക്ക് ഇഷ്ടം തോന്നാനുള്ള ഒരു പ്രധാന കാരണവും അത് തന്നെ. നിങ്ങളുടെ റബ്ബർ നിങ്ങളുടെ ഇരിക്കേ ഉള്ളൂ. സാറ് മറുത്തൊന്നും പറയരുത്. എനിക്ക് പറയാനുള്ളത് കേട്ടു പോ. സാർക്ക് ഒന്നും പറയണ്ട, ആലോചിച്ച് പിന്നെ പറഞ്ഞാൽ മതി. ആലോചിക്കാനൊന്നുമില്ല. ആലോചിക്കാൻ പറഞ്ഞുണ്ട്. ടീച്ചറോ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എങ്ങനെയുണ്ട് പഠിപ്പൊക്കെ? അതിങ്ങനെ നടക്കും. ഹാഫ് ഇയർ നിൽക്കുന്ന അധിക ദിവസമല്ല. കഴിഞ്ഞ ടൈമിന് കുഞ്ഞുങ്ങൾ മാത്സിന് അല്പം വീക്കായില്ലേ? ഇപ്രാവശ്യം മേക്കപ്പ് എങ്ങനെ ടീച്ചർ? എത്ര ഉഴപ്പിയാലും നന്നായി പഠിക്കുമെന്നുള്ളതാ ടീച്ചേഴ്സിന്റെ ഇടയിൽ നിങ്ങളുടെ പ്ലസ് പോയിന്റ്. നന്ദൻ സാറിനും ആ അഭിപ്രായ ആണോ? നന്ദൻ സാറിന് ഞങ്ങളെ പറ്റി അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവില്ലല്ലോ. അഭിപ്രായം മാറാൻ അധികം നേരമൊന്നും വേണ്ടല്ലോ. അത് പറയാനാ ഞാനിപ്പോ വന്നത്. ഇന്ന് ശ്രുതിയുടെ ഡാഡി നന്ദൻ സാറും സംസാരിച്ചല്ലേ? സാർ എന്തോ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആള് വലിയ സന്തോഷത്തിലാ. ചിലരൊന്നും ഇനി കൂടുതൽ പഠിക്കേണ്ടി വരില്ലെന്നാ തോന്നുന്നത്. അതാരാണ് ചിലര്? അത് അവർക്ക് തന്നെ അറിയാലോ. റഹ്മാൻ സാർ ഉണ്ട് മോളില്. നമുക്ക് എല്ലാവർക്കും ഇന്ന് ഡിന്നർ നന്ദൻ സാറിന്റെ വകയാ. ടൗണിൽ നിന്ന് ആള് വന്ന് നല്ല കോഴി ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ക്ഷണിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതാണ് ഒരു കോഴി ബിരിയാണിയുടെ മണം എനിക്ക് ഫീൽ ചെയ്തു. ആ, ഇനി നാളെ പഠിക്കാം. എല്ലാവരും വേഗം അങ്ങോട്ട് വാ. ടീച്ചർ നടന്നോ? ഞങ്ങൾ ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇട്ട് സുന്ദരികളായിട്ട് അങ്ങോട്ട് വരാം. എവിടെ സേത? അവള് കുളിക്കുക. ദിവസം 7 പ്രാവശ്യം കുളിക്കും. ബാത്റൂമാനെന്ന് പറഞ്ഞ രോഗമൊക്കെ. എന്താണ് ക്ഷണത്തിന്റെ പുറകില്? നിന്റെ ഡാഡിയുടെ റബ്ബർ എസ്റ്റേറ്റിലും ബാങ്ക് ബാലൻസിലും സാറ് വീണോ? സാധ്യത ഇല്ലാതില്ല. വീഴുന്നൊരു ഫേസ് കട്ടുണ്ട് മൂപ്പർക്ക്.